സമാധാനിക്കച്ചാ. അച്ഛാ, ഇങ്ങനെ ഏങ്ങി കരഞ്ഞോണ്ടൊന്നും നമ്മുടെ മുത്തച്ഛൻ തിരിച്ചു വരാൻ പോകുന്നില്ല അച്ഛാ. ഞാനിപ്പോ കരയുന്ന അച്ഛനെ ഓർത്തിട്ടൊന്നും അല്ലടാ. പിന്നെ അച്ഛൻ എന്തിനാ കരയുന്നേ? ദയവേച്ച് തുടച്ചിട്ട് കാര്യം പറ. എന്തിനാ അച്ഛൻ കരയുന്നേ? അച്ഛൻ കരയുന്ന എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവന്മാരെല്ലാരും കണ്ടില്ലേ? പണത്തിനും അന്തസ്സിനും പദവിക്കും ഒന്നും ഒരു കുറവില്ലാതെ ജീവിക്കുന്നവരാ അവന്മാര്. പക്ഷെ നമ്മള് ഒരു നേരത്തെ ആഹാരത്തിന് വല്ലവന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ളവരായി പോയില്ലടാ. അച്ഛൻ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. നാട്ടിലെ രാജാവായ സിംഹമായിട്ട് അച്ഛനെ ഇവിടെ നടത്തി കാണിച്ചു തരാം ഞാൻ. മോനെ പറയച്ചാ, നീ എന്തെങ്കിലും നമ്പർ ഇട്ട് ആ പെണ്ണിനെ കറക്കിയെടുത്ത് സെറ്റപ്പ് ആക്കടാ. കല്യാണം കഴിക്കാനാ ഉദ്ദേശം. ഓക്കേ അച്ഛാ. സ്വന്തം മോന് നല്ലത് ഉപദേശിക്കേണ്ടതിന് പകരം ഒരച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ മോനെ ഉപദേശിച്ചു കൊടുക്കേണ്ടത്? മിണ്ടായി. നമ്മളെ പോലെ തന്നെ ഇവനും ജീവിതകാലം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടല്ലേണോ? ടെൻഷൻ അടിക്കൊന്നും വേണ്ടച്ചാ. അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം ഒന്നൊന്നായി നടത്തിത്തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ. അച്ഛനാണേ സത്യം. അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിരിക്കും. അച്ഛന് സന്തോഷമായി മോനെ. സ്വന്തം മകനായ എനിക്കൊരു നയ പൈസ തരാതെ പാട്ടും പാടി ആ കുടുംബത്തിൽ പോയി ജീവിച്ച അയാൾക്ക് അവസാന നിമിഷം നമുക്ക് ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞല്ലോ. നിന്റെ അമ്മയെ കളഞ്ഞിട്ട് ഞാനൊരു സെറ്റപ്പ് റെഡിയാക്കിയോ ആലോചിക്കടാ. നിർത്തണം. താന്റെ നാക്ക് പിടിച്ച് ഞാൻ കല്ലിലിട്ട് ഉരയ്ക്കും. ഒരു മരണ വീടാണെന്ന് ഓർക്കാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാ. എടി സോറിടി, ഞാനേ പെട്ടെന്നുള്ള ഒരു ഇതില് അറിയാതെ പറഞ്ഞു പോയതാ. നീ അച്ഛന്റെ ആഗ്രഹം നടത്തി തരുമോ മോനെ? എന്ത് ദോശ അല്ല മോനെ, ആ പെങ്കൊച്ചിന്റെ കാര്യം അത് ഞാൻ നടത്തി തരാം. അച്ഛൻ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. അച്ഛൻ എന്താ വിചാരിച്ചാ, ഞാൻ ഓൾറെഡി അവളെ സെറ്റാക്കിക്കൊണ്ടിരിക്കല്ലേ. അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ സെറ്റാക്കിക്കോളാം. എനിക്ക് കിട്ടിയല്ലേ. അല്ല, അയാളുടെ മോള് വന്ന് നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞോ? എടാ, അവൾക്ക് നിന്നോടാണ് ശരിക്കും ഇഷ്ടമെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഉമ്മ കൊടുത്തപ്പോ എന്തിനാ കിടന്ന് അലറിയത്? തുടക്കത്തിലൊന്നും അവരൊന്നും വിട്ടുതരാൻ പോകുന്നില്ല. കുറച്ചങ്ങ് കഴിയുമ്പോ എല്ലാം സെറ്റ് ആവൂടാ. അവൾക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നെങ്കിലേ വന്നവരോടൊക്കെ കാര്യം പറഞ്ഞില്ലേ. അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നേ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ പോയിട്ട് അവളുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയും. അപ്പൊ കാര്യം നമുക്ക് ഇപ്പൊ തന്നെ അറിയാൻ പറ്റുമല്ലോ. കറക്റ്റ്. അതിനുള്ള സമയം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ദിസ് ഇസ് ഡ്രിങ്ക് ടൈം. വാ, അടിച്ചു കൂടെയാവോ? അതെ. നോക്കി പേടിക്കുന്നു. നോക്കി നിൽക്കാതെ വാടാ. അടിച്ചിട്ട് വരാം. എടോ കിട്ടിയോടോ? എവിടുന്ന് കിട്ടാൻ? ആ ബാറിലൊക്കെ നോക്കിയോ? എല്ലായിടത്തും നോക്കി, അവനൊന്നും കൈ കാശ് കൊടുക്കാൻ പാടില്ല നീ. അതേത് ഒരു പഴയ ബന്ധം വെച്ചിട്ട് കൊടുക്കുന്നതല്ലേ. അയ്യോ, ഞാൻ ഓർത്തില്ല, ചെരുപ്പിട്ടുകൊണ്ട് വന്നു. സോറി. കർമ്മങ്ങളൊന്നും ചെയ്യാതെ നിൽക്കുന്ന എന്താ? കർമ്മങ്ങൾ ചെയ്യേണ്ടവൻ ഇതുവരെ വന്നിട്ടില്ല, പിന്നെ എന്ത് ചെയ്യാനാ? പുള്ളി വന്നില്ലെങ്കിൽ എന്താ? നമ്മുടെ മുത്തശ്ശന്റെ കാര്യമില്ലേ, നമുക്ക് ചെയ്തൂടെ? ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. നോക്കിയോ. ഇയാളത് എന്തോന്ന് അടിയാടായി അടിക്കുന്നത്? കുടിച്ചോ മുത്ത, കുടിക്ക്. ഈ സമയത്ത് ധാരണ. ഹലോ, അങ്കിളെ, അവനെ വിളിക്കുന്നതിന് പകരം എന്നെ വിളിച്ചതിനാ? അവന്റെ ഫോൺ നോട്ട് റീച്ചബിൾ, അതുകൊണ്ടാ വിളിച്ചേ. വെയിറ്റ് ചെയ്യേ, കൊടുക്കാം. അമ്മമാർക്ക് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ അങ്ങള്, രണ്ട് കൈയും വർക്കിങ്ങില്ല. ഒന്നിങ്ങോട്ട് വെച്ചെന്ന്. ഹലോ, എന്തായടാ? അവ അടിച്ച് സെറ്റ് ആയിടാം. ഉള്ളാണോ? കുടിക്കില്ല എന്ന് പറഞ്ഞ് കുറെ നേരം മറച്ചു പിടിച്ച് നോക്കി. ഒരു ഫുൾ ബോട്ടിൽ അകത്താക്കിട്ട് താമര പോലെ വിരിഞ്ഞു നിൽക്കാണ്. അല്ല, അവിടെ എന്തൊരു അവസ്ഥ? ഒന്ന് അന്വേഷിക്കടാ. പുള്ളിയെ കിട്ടുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശന്റെ കർമ്മങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കുക. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അയാളെ വിട്ടുകളയാതെ അന്വേഷിച്ചോ. ശരി ശരിടാ. എന്തോന്നാണത്? ലൈൻ കട്ടായി ഞങ്ങളെ. അച്ഛാ, വല്യച്ഛൻ്റെ കൂടെ പോയിട്ട് വാ. വല്യച്ഛ, മുത്തച്ഛൻ്റെ അസ്ഥികൾ എടുത്തോണ്ട് പോയി വെള്ളത്തിൽ ഒഴുക്കി കളയണം. എന്നിട്ട് 3 തവണ വെള്ളം തളിച്ച് ഒന്ന് കുളിച്ചിട്ട് വാ. പിന്നെ വല്യച്ഛ, കുറച്ച് ആഴം കൂടുതലുണ്ടേ, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്കണേ. കണ്ടിട്ട് നല്ല പയ്യനാ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടില്ലേ. നോക്കാം, ആരെയും വിശ്വസിക്കാൻ പറ്റില്ലേ. മുത്തശ്ശന്റെ ചെത കത്തിച്ച സ്ഥലത്ത് എന്താ നടന്നെന്നറിയാം? എന്താ ഉണ്ടായേ മോനെ? അവിടെ ജോലി ചെയ്യുന്ന ആള് വന്നില്ല. എല്ലാവരും അവിടെ എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നിന്നപ്പോ രാംദാസ് മാമനാ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ മുത്തശ്ശന്റെ കർമ്മങ്ങൾ നമുക്ക് തന്നെ ചെയ്യാന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു. അല്ലട ഗോപി? അതെ മുത്തശ്ശി, സുരേഷ് മാമയും വിശാൽ മാമയും അതൊക്കെ കണ്ട് വെറുതെ നിൽക്കുമായിരുന്നു. നമ്മുടെ രാംദാസ് മാമനില്ലേ മുത്തശ്ശി, ആളൊരു നല്ല മാമനാ. അതെ മുത്തശ്ശി. മോനെ രാംദാസ്, ഇങ്ങോട്ട് വാ മോനെ. വാ, നമുക്ക് പുറത്തുപോയി കളിക്കാം. മുത്തശ്ശി. എടാ മോനെ, എല്ലാ കാര്യങ്ങളും നീ തന്നെയാണോ ചെയ്തത്? ഇല്ലില്ല, ഞാനൊന്നും ചെയ്തില്ല. കള്ളം പറയാൻ പാടില്ല. നമ്മളിതുവരെ കാണാത്ത ദൈവത്തിനേക്കാൾ
നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതല്ലേ വലിയ കാര്യം. ഈ പൂജയും ഹോമവും ഒക്കെ നടത്തുന്നതിനേക്കാളും മരിച്ചുപോയവരുടെ ആത്മാവിന് ശാന്തി കൊടുക്കുന്നതാണ് പുണ്യകർമ്മമെന്ന് കണ്ണമാലി ലൈബ്രറിയിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട് മുത്തശ്ശി. മുത്തശ്ശന്റെ കർമ്മങ്ങളൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് ചെയ്തത് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം മുത്തശ്ശി. ഭക്ഷണം എത്തിയിട്ടുണ്ട്. ചെല്ല് മോളെ ചെല്ല്. മുത്തശ്ശി വാ. മോള് ചെല്ല്, ഞാൻ വരാം. മുത്തശ്ശി, എനിക്കറിയാതെ ഞാനതൊക്കെ ചെയ്തത് ഒരു തെറ്റായി പോയോ നീ മുത്തശ്ശി? ഒരു തെറ്റും ചെയ്തില്ല മോനെ, നല്ല കാര്യ ചെയ്തത്. മുത്തശ്ശി എന്നെ വഴക്കു പറയുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അയ്യോ എന്റെ മോനെ എന്തിനാ പേടിക്കുന്നത്? നിന്റെ പ്രവൃത്തിക്ക് പുണ്യം കിട്ടും. മുത്തശ്ശിക്ക് വലിയ മനസ്സാണ് മുത്തശ്ശി. അമ്മേ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ, എന്തെങ്കിലും എടുത്തേ. അമ്മ ഒന്ന് വേഗം എടുക്ക്. എത്ര നേരമായി? ഓ ശരിയാ, നിങ്ങളവിടെ അടക്കം ചെയ്തെടുത്ത് മലമറിക്കായിരുന്നല്ലോ. ദേ ഇപ്പൊ ഞാൻ വെച്ചു വിളമ്പി തരാം. ചേച്ചി എന്തിനാ അതോർത്തൊക്കെ വിഷമിക്കുന്നേ? അതിനൊക്കെ വല്ല ബോധവും വേണ്ടേ? അത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമായിട്ട് പറ. എന്ത് വ്യക്തമാക്കാനാ? പാവം ആ രാമു. കർമ്മങ്ങൾ നടത്താൻ അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടു. മുത്തശ്ശിന്ന് വെച്ചാ അവന് ജീവനാ. അവനവിടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തപ്പോ നിങ്ങൾ കുന്തം പോലെ നിൽക്കുമായിരുന്നില്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവനായിട്ട് വന്ന് പറഞ്ഞൊന്നുമല്ല, അവിടെ നടന്നതൊക്കെ കണ്ടിട്ടേ പിള്ളേരെ ഒന്ന് പറഞ്ഞതാ. ചേച്ചി, നിങ്ങൾ എന്തായി പറയുന്നത്? ഇവർക്ക് മുത്തശ്ശി എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാ. പക്ഷെ ആ സ്നേഹമൊക്കെ മനസ്സിലാ. അതുകൊണ്ട് ഓ അതങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? മനസ്സിൽ വെച്ച് പൂജ ചെയ്യാനാണോ? അയ്യോ, അതൊന്നും സാരമില്ല വല്യമ്മേ. അവര് ബുദ്ധിമുട്ടൊന്നും അറിയാതെ വളർന്ന പിള്ളേരല്ലേ. അവർക്ക് ഇവിടുത്തെ രീതികളോ കാര്യങ്ങളോ ഒന്നും അറിയാത്തോണ്ടാ. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് ചെയ്തേനെ അതെല്ലാം. അയ്യോ, നിങ്ങളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ലാട്ടോ. പരിപ്പേറിയും കൂടി ചോദിക്കണം. ദേ കണ്ടില്ലേ ചേച്ചി, എത്ര പക്വതയോടുകൂടി അവൻ സംസാരിച്ചിട്ട് പോയേ. ബന്ധങ്ങളുടെ ഒക്കെ വില എന്താണെന്ന് അവനെ കണ്ടെങ്കിലും മനസ്സിലാക്കട്ടെ. ചേച്ചി, നിങ്ങൾക്കൊന്നും മിണ്ടായിരുന്ന പോരെ? കണ്ടില്ലേ ആ പാവങ്ങള് ഒന്നും കഴിക്കാതല്ലേ ഇറങ്ങിപ്പോയെ. അതിനു മാത്രം ഞങ്ങൾ അവരോട് എന്തു പറഞ്ഞു എന്നാ? പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ആ എടാ കുരുപ്പേ, അവന്റെ കൂടെ കൂടി ഞങ്ങൾ നാളെ നോക്കാണല്ലേ. നിനക്കൊന്നും വേറൊരു നിന്നെ ശരിയാക്കി തരാം. അയ്യോ എന്തിനാടാ പിള്ളേരായിട്ട് ഇങ്ങനെ തല്ലുന്നേ? വെറുതെ വിട്ടേക്കാം. വെറുതെ ഇങ്ങനെ പിള്ളേരാണെങ്കിൽ കൈ ചെയ്യടാ. എടാ, എന്തുവാടാ ഇത്? ഈ വക നിസാര കാര്യങ്ങൾക്ക് കൊച്ചു പിള്ളേരെ മെക്കിട്ട് കയറാൻ. നിന്റെയൊക്കെ ചങ്കുറ്റം കാണിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കേ. വീട് കണ്ടില്ല ഏട്ടാ? ആ കണ്ടു. ഇതൊക്കെ കാണുമ്പോഴേ ആ കിളവിന് നമ്മളറിയാത്ത ഒരുപാട് സ്വത്തുണ്ടെന്ന് തോന്നുന്നേ. എനിക്കും ആ ഡൗട്ട് ഇല്ലാതില്ല. കുറെ നാൾ വെച്ചോണ്ടിരുന്നല്ലേ, അപ്പൊ കുറെ സ്വത്തൊക്കെ കൊടുത്തു കാണും. പക്ഷെ ഇവിടെയുള്ളവരെ കണ്ടപ്പോ ഒരു ഗതിയില്ലാത്തവരായിട്ട് തോന്നി. എടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? പിന്നെ കൊച്ചിനെ ഓർക്കണ്ടേ? തൊട്ടിൽ എവിടെയല്ലേ ഇരിക്കുന്നേ? അതിനു വേണ്ടി വന്നോ? കരയല്ലേ മുത്തേ? മുത്തശ്ശ ഇതെന്താ മരുന്നാണോ? ആ മരുന്ന് തന്നെയാ. ഇത് കുടിച്ചാ ശരീരത്തിലുള്ള വേദനയൊക്കെ പോയി കിട്ടും. എനിക്കും ശരീരം നല്ല വേദനയുണ്ട്. എനിക്ക് വേദനയുണ്ട്, എനിക്ക് തരുമോ? ഓ മുത്തശ്ശ, ഞങ്ങൾ ഇതെടുത്തോണ്ട് പോയിട്ട് വീതിച്ച് കുടിച്ചോളാം. നീ എന്നടാ കളിയാക്കുക? പുറത്തു പോയി പുറത്തു പോകാനല്ലോ നമ്മളെന്താ ചെയ്യാ? ആ വക്കീലിൽ നിന്ന് വിളിച്ചു ചോദിച്ചാ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. എന്തിനാ മോനെ കരയുന്നേ? കടന്നുറങ്ങ്. കരയല്ലേ മുത്തേ? പറയൂ സാർ. വക്കീലേ, എന്റെ അച്ഛൻ ഈ നാട്ടിൽ എന്തെങ്കിലും സ്വത്തുണ്ടോ? അത് ഇതുവരെ നോക്കിയിട്ടില്ല. നാളെ അവിടെ ഒന്ന് ചെക്ക് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നോ 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 നോ, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. കരയല്ലേ നാളെ ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് വന്ന് സംസാരിക്കാം. കരയല്ലേ മുത്തേ? ഡേ, ആ കൊച്ചിനെ നീ ഉറക്കാൻ തന്നെ കൊണ്ടെന്നാണ്. എന്ത് ബഹളായത്? ഒന്ന് പോയി അവിടെ. അച്ഛനെന്താ ഭ്രാന്തായോ? അത് കൊച്ചു കുഞ്ഞല്ലേ, അതിനോടാണ് ഇങ്ങനെ. മര്യാദക്ക് ആ സാധനത്തിനെടുത്ത് പോകണ്ട, അത് ഞാൻ എടുത്ത് കളയണോ? ഈ ശല്യം തുടങ്ങിയിട്ട് കുറെ നേരമായി. ഒന്നെടുത്തോണ്ട് പോകാൻ നോക്ക്. ഇനി ആ ശല്യത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഒന്ന് വേഗം ഇറങ്ങി പോ. ഞാൻ പോവാ. ആ പറഞ്ഞു നോക്കിയില്ലേ? സോറി സാർ, അവിടെ വന്നിട്ട് നോക്കാൻ പറ്റുള്ളൂ സാർ. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ സാറിന്റെ വീട്ടിലുണ്ടാവും. അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം. ആ അങ്ങനെ ആയിക്കോട്ടെ. എന്താ പറഞ്ഞേട്ടാ? നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ മുന്നിൽ നേരിട്ട് വന്ന് പറയാന്ന്. ആർക്കൊക്കെ എന്തൊക്കെ എഴുതി വെച്ചെന്ന് എങ്ങനെയാ പറയാ? അതെനിക്കും പിടിയില്ല. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്തിനാ അവളെ ഇങ്ങനെ ചീത്ത പറയുന്നത്? നിന്നെ ആരെ കൊണ്ട് വിളിച്ചേ? ഇനി ഇങ്ങോട്ട് വന്ന കാലിയാൻ തല്ലി ഓടിക്കും. മനസ്സിലായി? എന്തൊരു കഷ്ടം ഇത്. കണ്ടില്ലേ? നീ കാരണം ഞങ്ങളിപ്പോ രണ്ടുപേരും കരയുന്നേ. എന്ത് ശാപാണോ തല്ലുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ട് അതിനെങ്ങനെ ശിക്ഷിക്കുന്നേ? ഇവിടെ നോക്കി,
കരയണ്ട വാവി. വാവി, കരയണ്ട. വാടാ ചക്കരെ വാടാ ചക്കരെ എന്തിനാ കരയുന്നത്?